ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയ്യുസ് സ്വാലിഹീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا أطيعوا الله ورسوله ولا تولوا عنه وأنتم تسمعون ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون إن شر الدواب عند الله الصم البكم الذين لا يعقلون. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാധ്യമായത്ര പാലിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും തഖ്വ നിർഭരമായ ജീവിതം നയിക്കുവാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു അഥവാ ഉപദേശിക്കുന്നു. തഖ്വ നിർഭരമായ ജീവിതം നയിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൃദയത്തിലാണ് തഖ്വ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ അള്ളാഹുവെ ഭയപ്പെടുക, വിശുദ്ധ ഖുർആൻ കൊണ്ട് ജീവിക്കുക, അള്ളാഹു കനിഞ്ഞരുളിയ വിഭവങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, ഈ ലോകത്തു നിന്നും അന്ത്യയാത്ര നടത്താൻ ഒരുങ്ങിയിരിക്കുക. ഇതാണ് തഖ്വ എന്ന് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. ആ അർത്ഥത്തിലുള്ള തഖ്വ ജീവിതത്തിലുടനീളം പാലിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ജുമാഅയുടെ പങ്കെടുത്തത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കബറിടങ്ങൾ സ്വർഗ്ഗത്തിലെ പൂന്തോപ്പുകളാക്കി മാറ്റുമാറാവട്ടെ. അവരുടെ കബറുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു കൊടുക്കുമാറാവട്ടെ. നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹുകളുടെയും കൂടെ ഒരുമിച്ച് വിട്ടുമാറാവട്ടെ. ആശയ സംവാദം. ആശയങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു മുസ്ലിം ഒരു പ്രബോധകനാണ്. 1,24,000-ഓളം പ്രവാചകന്മാരാൽ ഈ ലോകത്ത് പ്രബോധനം ചെയ്യപ്പെട്ട ഇസ്ലാം എന്ന് പറയുന്ന ഏക പരമസത്യത്തെ ഖിയാമത്ത് നാൾ വരെ ലോകത്തിന് മുമ്പാകെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കൊണ്ടുപോയി ചെന്നെത്തിക്കൽ ചുമതലയേൽപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്താണ് നമ്മൾ. ഇസ്ലാമിക പ്രബോധനം ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയേൽപ്പിക്കപ്പെട്ട നമ്മുടെ മുമ്പിൽ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് ഹിവാർ അഥവാ സംവാദം അഥവാ ഡയലോഗ് എന്ന് പറയുന്നത്. സംവാദത്തിലൂടെ ഇസ്ലാം പ്രചരിച്ചത്. 800 കൊല്ലം ഇന്ത്യ രാജ്യം ഭരിച്ചത് മുസ്ലിങ്ങളാണ്. പക്ഷെ ഒരാളെ പോലും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടില്ല. 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ച ഒരു ഭൂഖണ്ഡത്തിൽ ആ 800 കൊല്ലം ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ ആ രാജ്യത്തെ അമുസ്ലിങ്ങളെ നിർബന്ധ മതപരിവർത്തനത്തിന് വിധേയമാക്കി മുസ്ലിമാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ജനസംഖ്യ എങ്ങനെയായ പോലുള്ള മുസ്ലിങ്ങളുടെ? അതെന്താ ആരും ആലോചിക്കാത്തത്? 800 കൊല്ലം കയ്യിൽ അധികാരം കിട്ടിയിട്ട് ഇസ്ലാമിക സമൂഹം ആ അധികാരത്തിൻ്റെ തിണ്ണബലം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ ഇസ്ലാമികവൽക്കരിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ എങ്ങനെ ആകാൻ പാടില്ലായിരുന്നു? ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ അവസ്ഥ എങ്ങനെ ആകുമായിരുന്നില്ല? ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ മുസ്ലിം സമൂഹം ഊർജ്ജശ്വാസം വലിച്ച് മരണവക്രത്തിലാണ് ജീവിക്കുന്നത്. ഈ ഗതികേടിലേക്ക് ഇസ്ലാമിക സമൂഹം ആകുമായിരുന്നില്ല അന്ന് നിർബന്ധിത മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇസ്ലാമിൽ യാതൊരു തരത്തിലുള്ള ബലാത്കാരവും നിർബന്ധവുമില്ല. വമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫർ. ഉദ്ദേശിക്കുന്നവർക്ക് വിശ്വാസിയാവാം, ഉദ്ദേശിക്കുന്നവർക്ക് അവിശ്വാസിയാവാം. ഇത് അല്ലാഹ് തന്ന സ്വാതന്ത്ര്യമാണ്. പിന്നെ എങ്ങനെ പടച്ചവൻ തന്ന സ്വാതന്ത്ര്യം ഇങ്ങനെയായിരിക്കെ പടപ്പുകൾ എങ്ങനെയാണ് അതിൽ കൺട്രോൾ ഉണ്ടാക്കുക? അതുകൊണ്ട് ഹിവാർ, ഹിക്മത്തുൽ ഹിവാർ, സംവാദത്തിൻ്റെ രസതന്ത്രം എന്നത് ഇസ്ലാമിക പ്രബോധകന്മാരായ നാം നന്നായി പഠിച്ച് പരിശീലിച്ച്
പ്രയോഗികരിക്കേണ്ട കാര്യമാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹത്തായ സന്ദേശത്തെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നതിനുള്ള തബ്ലീഗ്, ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സംവാദം. എങ്ങനെയാണ് സംവദിക്കുക? ആശയങ്ങളുടെ ആദാനപ്രദാനം, ആശയങ്ങളുടെ ആയവ്യയം, ആശയങ്ങളുടെ കൈമാറ്റം, അതിനും ചില കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തത് ഹിവാർ നടത്തുന്ന രണ്ടാൾക്കും ഉണ്ടാവേണ്ടുന്ന, സംവാദം നടത്തുന്ന രണ്ടാൾക്കും അഥവാ കേൾവിക്കാരനും ഇത് പറയുന്ന ആൾക്കും ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയാണ് അൽ ഇസ്തിമാ, കേൾക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ മതസംഘടനകൾ നടത്തുന്ന സംവാദം, ഈ രണ്ടാളും പറയണ്ടാവുള്ളൂ, രണ്ടാളും കേൾക്കണില്ല. രണ്ടാളും പറഞ്ഞുകൊണ്ടേയിരിക്കും, രണ്ടാളും കേൾക്കുന്നില്ല. ഇവൻ പറയുമ്പോൾ മറ്റൻ മറുപടി ആലോചിക്കല്ല, ഇവൻ പറഞ്ഞ് കേൾക്കല്ല. ഇത് ശിർക്കാണ്, അത് ബിദ്അത്താണ്, അത് വലാലത്താണ്, അത് ഹിദായത്താണെന്ന് പറഞ്ഞ് വർത്തമാനം പറയുന്ന ഇടയിൽ ഒരു കക്ഷി പറയുമ്പോൾ മറ്റേ കക്ഷി കേൾക്കല്ല, അതിന് കിതാബ് തരെയാണ് മറുപടി. ഇവിടെ എങ്ങനെയാണ് സംവാദം വിജയിക്കുക? സംവാദം എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആവുക? സംവാദത്തിലൂടെ എങ്ങനെയാണ് ഒരു പ്രത്യുൽപ്പന്നത്വമുള്ള ഒരു സംഗതി പുറത്തു വരിക? നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംവാദങ്ങൾ മുഴുവൻ കോഴിക്കൊത്ത സംവാദങ്ങളാണ്. ഈ സംവാദങ്ങളുടെ മോഡറേറ്റർ ആരാന്നറിയോ? ഇബ്ലീസ് അവറുകളാണ്. ഈ സംവാദത്തിൽ ജയിക്കുന്നത് ആരാന്നറിയോ? ഇബ്ലീസാണ്. തോൽക്കുന്ന ആരാറിയോ? അള്ളി മുഹമ്മദ് നബി ഇസ്ലാമാണ്. ഈ സംവാദം അനിസ്ലാമികമാണ്. സംവാദം എന്ന് പറയുന്നതിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി, ബുദ്ധിപരമായ സത്യസന്ധത. അത് പറയുന്നവനും കേൾക്കുന്നവനും ഉണ്ടായിരിക്കണം. തുറന്ന മനസ്സോടുകൂടി ഈ കാര്യങ്ങളെ കേൾക്കാൻ തയ്യാറാവണം, തുറന്ന മനസ്സോടുകൂടി പറയാൻ തയ്യാറാവണം. എതിര് കക്ഷി പറയുമ്പോൾ മറുകക്ഷി കേൾക്കണം, മറുപടി ആലോചിക്കരുത്. മറുകക്ഷി പറയുമ്പോൾ ഇയാളും കേൾക്കണം, മറുപടി ആലോചിക്കരുത്. അപ്പോഴാണ് സംവാദം വിജയിക്കുക. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ മക്കയിലുണ്ടായ ഒരു സംഭവമാണ് ഖത്തീബറുകൾ ഖുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച പ്രവാചകൻ തിരുമേനിയുടെ പ്രബോധനത്താൽ വമ്പിച്ച കോളിളക്കങ്ങളും ഹാലിളക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ആ സന്ദർഭത്തിലാണ് ഇജ്തമാഅത്ത് ഖുറൈശിൻ യൗമൻ, ഖുറൈശി നേതാക്കന്മാർ ഒരിടത്ത് ഒരുമിച്ച് കൂടി. എന്നിട്ട് പറഞ്ഞു, ഈ മുഹമ്മദിനെ കൊണ്ട് വല്ലാതെ പുറത്തിമുട്ടിയിട്ടുണ്ട്, ഇവനെന്ന് നിയന്ത്രിക്കാൻ, ഇവനെന്ന സംവാദത്തെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഒരാൾ തയ്യാറുണ്ടോ? ആ സന്ദർഭത്തിലാണ് ഉത്ബത്തുൻ റബീഅ എന്ന് പറയുന്ന ഖുറൈശി നേതാവ് എഴുന്നേറ്റ് വരുന്നത്. ഞാനൊരു കൈ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉത്ബത്തുൻ റബീഅ പ്രവാചകൻ തിരുമേനിയുടെ അടുക്കലേക്ക് പോയിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയാണ്, യാ മുഹമ്മദ് ഫറഖ്ത ശംലന, ഞങ്ങൾ അറബികളുടെ ഐക്യം നീ തകർത്തു. വഇബ്ത ദീനന വഫളഹ്തന ഫിൽ അറബ്, ഞങ്ങളുടെ പാരമ്പര്യ മതത്തെ നീ അങ്ങേയറ്റം വഷളാക്കി അറബികൾക്കിടയിൽ ഞങ്ങൾക്ക് പേരുദോഷം ഉണ്ടാക്കി. ഫൈൻ കുൻത തുരീദു മാലൻ, നിനക്ക് പൈസ വേണോ? ഞങ്ങൾ തരാം. നിനക്കൊരു സുന്ദരിയായ പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ടാണോ നീ കോപ്രായങ്ങളെ കാട്ടിക്കൂട്ടുന്നെങ്കിൽ മക്കയിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ നിനക്ക് ഞങ്ങൾ കെട്ടിച്ചേരാം. അതല്ല മക്കയിലെ രാജാവണോ നിനക്ക്? അധികാരം ഞങ്ങൾ വിട്ടൊഴിഞ്ഞു തരാം. ഞങ്ങൾ എന്തിനു റെഡിയാണ്, പക്ഷേ ഏർപ്പാട് നിർത്തിയാൽ മതി എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പറഞ്ഞു എന്ന് മാത്രമല്ല, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഉത്ബത്തുൻ റബീഅ ദീർഘമായ പ്രഭാഷണം നടത്തുകയാണ്. പ്രവാചകനെയും ഇസ്ലാമിനെയും അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ടും പ്രവാചകൻ മക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ള ദുരന്തങ്ങളെ സംബന്ധിച്ചും പിന്നെ കുത്തും കോമയില്ലാതെ പ്രസംഗിക്കുക. ആ സന്ദർഭത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദമായി കേട്ടിരുന്നു. ഹിവാർ നടത്തുന്ന, സംവാദം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടുന്ന ഒന്നാമത്തെ യോഗ്യത മിണ്ടാതെ കേട്ടിരിക്കുക എന്നുള്ളതാണ്. മിണ്ടാതെ കേട്ടിരിക്കുക. എതിരാളി പറയുന്നത് കൃത്യമായി വള്ളി പുള്ളി വിടാതെ മിണ്ടാതെ കേട്ടിരിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാരാവട്ടെ, ഇസ്ലാമിൻ്റെ ശത്രുവാവട്ടെ, മിത്രമാവട്ടെ, പ്രവാചകനെ അധിക്ഷേപിക്കുന്നവനാവട്ടെ, പിന്നെ പ്രവാചകനെ സപ്പോർട്ട് ചെയ്യുന്നവനാവട്ടെ, കേൾക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ആദ്യത്തെ യോഗ്യത. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മക്കളോട് നമ്മൾ ആശയസംവാദം നടത്താറുണ്ടല്ലോ. മക്കളൊരു കാര്യം പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന അവനോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ. നമ്മളൊക്കെ പറച്ചിലേരാ, കേൾക്കാറില്ല. പറയലാണ്, കേൾക്കാറില്ല. പ്രവാചകൻ തിരുമേനി മുഴുവൻ കേട്ട് എന്നിട്ട് പറഞ്ഞു, ആ ഫറാഖ്തയ അബൽ വലീദ്, അല്ല അബൽ വലീദ് എന്ന് അദ്ദേഹത്തിൻ്റെ പേരാ, കുഞ്ഞിയത്താണ്. നിങ്ങൾക്ക് പറയാളൊക്കെ തീർന്നോ? സംവാദം നടത്തുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല ഗുണമാണ് എതിരാളി പറയുന്നത് മുഴുവൻ പറയാൻ അവസരം കൊടുത്ത ശേഷം അയാളൊക്കെ പറഞ്ഞ് ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ നിർത്തും. അത് നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ കഴിഞ്ഞോ, ഞാനെന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ പറയാം. അപ്പോൾ അത് സ്വീകാര്യമാവും, കേൾക്കും, മനസ്സിലാവും. അല്ല അയാളും പറയാം, ഞാനും പറയാം, അയാളും പറയാം. ഇത് എവിടെ താനാ? അതുകൊണ്ട് അയാൾക്ക് പറയാൻ മുഴുവൻ പറയട്ടെ, പറയാനോട് വിട്ടുകൊടുക്കുക. അങ്ങനെ പ്രവാചകൻ തിരുമേനി ചോദിച്ചാൽ ഫറാഖ്തയ അബൽ വലീദ്, അബുൽ വലീദ് നിനക്ക് പറയാനൊക്കെ പറഞ്ഞോ? കാല നഅം, എനിക്കുള്ള തീർന്നു, എൻ്റെ അവനാഴിയിൽ അമ്പൊക്കെ തീർന്നു,
ഇനി മുഹമ്മദ് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ ഹാമീൻ തൻസീലും മിനർ റഹ്മാൻ റഹീം കിതാബും ഫുസ്സിലത്ത് ആയാത്തുഹു ഖുർആനൻ അറബിയൻ ലിഖൗമി യഅഖിലു എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് അദ്ദേഹം ഓതി. ഹത്താ ബലഗ ഫൈൻ അറളു ഫഖുൽ അൻദർതുക്കും സായിഖത്തൻ മിസ്ല സായിഖത്ത് ആദിൻ വസമൂദ് എന്ന ആയത്തെത്തിയപ്പോൾ പിന്നെ ഉത്ബത്ത് ബിൻ റബിയ വന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി ആകെ ചഞ്ചലനായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രവാചകൻ്റെ വായ പൊത്തി, മുഹമ്മദ് മതി നിർത്ത്, എനിക്ക് കേൾക്കാൻ വയ്യ, ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തിരുമേനിയെ സംവാദം നടത്തി തൊപ്പിയിടിക്കാൻ വേണ്ടി ആവേശത്തോടു കൂടിയും കോൺഫിഡൻസോടു കൂടിയും കടന്നു വന്ന ഉത്ബ പരാജയപ്പെട്ട് ഖുറൈശികളുടെ അടുക്കലേക്ക് തിരിച്ചുപോയിട്ട് ഖുറൈശികൾ കാത്തിരിക്കുക ഉത്ബയുടെ തിരിച്ചുവരവ്, മുഹമ്മദിനെ പരാജയപ്പെടുത്തി ആ വാർത്ത കാത്തിരിക്കുക. പക്ഷെ പോയ ഉത്ബയല്ല തിരിച്ചു വരുന്നത്. പണ്ട് കോഴിക്കോട് ജില്ലയിൽ പറയലുണ്ട്, വയനാട്ടിലേക്ക് പോകുമ്പോൾ എങ്ങോട്ടാടാ പോകണമെന്ന് വെച്ചാൽ വയനാട്ടിക്കാന്ന് പറയും. പിന്നെ വയനാട്ടിലേക്ക് പോയി അവിടെ തണുപ്പൊക്കെ ഉണ്ടല്ലോ, പനിയൊക്കെ പിടിച്ച് വരുമ്പോൾ എവിടുന്നാ വരുന്നത്, വയനാട്ടിൽ നിന്നാ എന്ന് പറയുന്ന മാതിരി ഉത്ബ വയനാട്ടിൽ നിന്നാന്ന് പറഞ്ഞ് തിരിച്ചു വരിക. പോയ ഉത്ബയല്ല തിരിച്ചു വരുന്നത്. ആ സന്ദർഭത്തിൽ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഉത്ബ കാര്യങ്ങൾ വിശദീകരിച്ചു. നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. മുഹമ്മദ് ഒരു കവിയല്ല, മുഹമ്മദ് ഒരു മാരണക്കാരനല്ല, മുഹമ്മദ് ഒരു ഭ്രാന്തനല്ല, മുഹമ്മദ് ഒരു ഫിലോസഫറുമല്ല. അവൻ പറയുന്നതിൽ എന്തൊക്കെയോ ചിലതുണ്ട്, അവൻ്റെ പാട്ടിന് വിടുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു ഉത്ബ സദസ്സ് വിടുകയാണ്. അപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഏറ്റവും സുന്ദരമായ ഒരു സംവാദത്തിൻ്റെ ചിത്രമാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. സംവാദത്തിൽ ആദ്യം വേണ്ടത് ബുദ്ധിപരമായ സത്യസന്ധത പുലർത്തുക. സത്യം ബോധ്യപ്പെട്ട സംഘടനാ പക്ഷപാതിത്വം വിട്ടിട്ട് സത്യം സ്വീകരിക്കുക. സ്വന്തം സംഘടനയുടെ അമീറും നേതാവുമാണ് കുറ്റം ചെയ്തെങ്കിലും അതങ്ങോട്ട് സമ്മതിക്കുക. അതാണ് മാന്യത, അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ട പണി. സംഘടന വലുതും ഇസ്ലാം ചെറുതുമായി മാറുന്നതാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ മുഴുവൻ തകരാറിൻ്റെയും കുഴപ്പം. ഹക്കായിട്ട് മനസ്സിലാക്കിയാൽ ഒരു വാപ്പാനും പേടിക്കാതെ അതങ്ങോട്ട് പ്രഖ്യാപിക്കുക, അത് ഞാൻ മനസ്സിലാക്കി, ഞാൻ അംഗീകരിക്കുന്നത് പറയാം. രണ്ടാമത്തെ കാര്യം കേൾക്കാനുള്ള മനസ്സാണ്. ആ ഫറാഖത്തെ അബൽ വലീദ് എത്ര വലിയ ശത്രുവാണെങ്കിലും പറയാനുള്ള മുഴുവൻ അങ്ങോട്ട് പറഞ്ഞാൽ അതുവരെ നമ്മൾ കേട്ടിരുന്നാൽ പിന്നെ അയാൾക്കൊന്നും പറയേണ്ടല്ലോ, പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കും. മൂന്നാമത്തെ സംഗതി ഗുണകാംക്ഷയാണ്, നസീഹത്താണ്. എന്തിനാണ് നമ്മൾ സംവാദം നടത്തുന്നത്? എതിരാളിയെ തോൽപ്പിക്കാനോ, അവൻ്റെ പാർട്ടി ഓഫീസ് പൂട്ടിക്കാനോ, അവൻ്റെ സംഘടനയെ നിരോധിക്കാനോ, ആ മോശക്കാരനെ വരുത്താനോ? ഇതിനൊക്കെ ഇപ്പോൾ സംവാദം നടത്തുന്നത്. ഗുണകാംക്ഷ എന്ന് പറയുന്ന സാധനം ഈ കൂട്ടറിൽ തൊട്ട് കണ്ടിട്ടില്ല. കേരളത്തിൽ നടക്കുന്ന സംവാദം നടത്തുന്ന ഒരു ഉസ്താദുമാരുടെയും ടോണിൽ ഒരു എന്താ പറയുക ഒരു ഉഴക്ക് അല്ലെങ്കിൽ ഒരു നാഴി ഗുണകാംക്ഷ കണ്ടെത്താൻ പ്രയാസം. ഇതെന്തിനാണ് ഈ സംവാദം? എൻ്റെ എതിരാളി ഹക്ക് മനസ്സിലാക്കിയിട്ട് അവൻ നരക വഴിയിൽ സഞ്ചരിക്കുന്നവൻ മാറി സ്വർഗത്തിൻ്റെ വഴിയിൽ പോകണം എന്ന ഗുണകാംക്ഷ എനിക്ക് പ്രസംഗം ഉണ്ടെന്ന് കേൾക്കുന്നതിന് തോന്നണ്ടേ? അല്ലാതെ അവൻ അടിച്ചിരുത്താൻ, മുശ്രിക്ക് പറയാൻ, കാഫിർ എന്ന് പറയാൻ, മുബ്തദി എന്ന് പറയാൻ, ലാൽ എന്ന് പറയാൻ, മുതൽ പറയാൻ, നരകത്ത് പറഞ്ഞേക്കാം. ഇതിനാണ് ആ സംവാദം. അങ്ങനെയല്ല സംവാദം നടത്തുന്നത്. ഗുണകാംക്ഷയാണ്. മറ്റൊന്ന് സഹിഷ്ണുതയാണ്. ഹിവാർ നടത്തുന്ന ആൾക്ക് സഹിഷ്ണുത വേണം. ടോളറൻസ് എന്ന് പറയുന്ന മൂല്യം ഉണ്ടാവണം. വലാ തസുബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, ഏകനായ അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കണിശവും കൃത്യവും വ്യക്തവും ക്ലിപ്തവുമായി പഠിപ്പിച്ച ഇസ്ലാം ബഹുദൈവ വിശ്വാസികൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾക്കെതിരെ ആക്ഷേപശരങ്ങൾ ഉന്നയിക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. വലാ തസുബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വിഗ്രഹമൂർത്തികളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് ഹറാം എന്ന് തൗഹീദിൻ്റെ ദീനായ ഇസ്ലാമാണ് പഠിപ്പിക്കുന്നത്. പാടില്ല. മറ്റുള്ളവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, ചിഹ്നങ്ങളായിക്കോട്ടെ, സ്ഥാപനങ്ങളായിക്കോട്ടെ, സിംബലുകളായിക്കോട്ടെ, അതിനെ അവമതിക്കരുത് എന്നത് ഹിവാറിൻ്റെ സംവാദത്തിൻ്റെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മറ്റൊരു കാര്യം. പ്രതിപക്ഷ ബഹുമാനം, എതിരാളികളെ ബഹുമാനിക്കുക. എത്ര കുഴപ്പക്കാരനാണെങ്കിലും അയാളെ റെസ്പെക്റ്റ് ചെയ്യുക, വാല്യൂ ചെയ്യുക എന്നത് ഹിവാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദൈവ വിശ്വാസം, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, റുബൂബിയത്ത്, ഉബൂദിയത്ത് മക്കയിൽ ആളുകൾക്ക് പ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിൽ അവരോട് സംവദിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ വാചകം അല്ല, അള്ളാഹു പറയാൻ പറഞ്ഞ വാചകം വ ഇന്ന ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. ഇസ്ലാം സത്യമാണെന്ന് ആറാം ഇന്ദ്രിയത്തിലൂടെ ലഭിക്കപ്പെട്ട വഹയിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന പ്രവാചകൻ പറയാ വ ഇന്ന ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ. ഒരു കൂട്ടർ സത്യത്തിലാണ്, മറ്റൊരു കൂട്ടത്തിൽ അസത്യത്തിലാണ്. ഇതിൽ ആരാ സത്യത്തിൽ, ആരാ സത്യത്തിൽ, ആരാ അസത്യത്തിൽ നമുക്കൊന്ന് നോക്കുക എന്നാണ് പ്രവാചകൻ സംവദിക്കുമ്പോൾ പറഞ്ഞത്. മഹാനായ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് റഅയി സ്വവാബ് യഹ്തമിലുൽ ഖത്ത വറഅയി ഗൈരി ഖത്ത യഹ്തമിലു സ്വവാബ്. ഞാനിപ്പോൾ പറയുന്ന ഈ ഷാഫി മദ്ഹബിലെ ഈ അഭിപ്രായം തെറ്റാവാൻ സാധ്യതയുള്ളൊരു ശരിയാണ്. ഞാനിപ്പോൾ എതിർക്കുന്ന അഭിപ്രായം ശരിയാവാൻ സാധ്യതയുള്ളൊരു തെറ്റുമാണ്.
ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്ന ഈ സത്യം ഉണ്ടല്ലോ, ഇത് തെറ്റാവാൻ സാധ്യതയുള്ളൊരു സത്യം. നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന ഈ തെറ്റെന്ന് ഞാൻ കരുതുന്ന കാര്യമുണ്ടല്ലോ, അതൊരു പക്ഷേ പിന്നെ ശരിയാവാൻ സാധ്യതയുള്ളൊരു തെറ്റാണ്. ഈ ഒരു ബഹുമാനം പരസ്പരം വെച്ചു പുലർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഇസ്ലാമിക പ്രബോധനത്തിന് സംവാദം ഉപകരിക്കുന്നത്. മനുഷ്യരുടെ ഹൃദയങ്ങളെയാണ് ഭൂഖണ്ഡങ്ങൾക്ക് മുമ്പ് ഇസ്ലാം കീഴടക്കിയത്. ഇസ്ലാമിക ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കിയ ശേഷമാണ് ഭൂഖണ്ഡങ്ങൾ കീഴിൽ വന്നത്. അല്ല, ഭൂഖണ്ഡങ്ങളെ കീഴടക്കി മനുഷ്യരുടെ ഹൃദയത്തെ ഇതാക്കിയതല്ല. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞ സുന്ദരമായ ആശയമാണ്. ആരും സ്വീകരിക്കണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഈ സുന്ദരമായ ആശയത്തെ നമ്മൾ കൊണ്ടെത്തിക്കണം. ഇസ്ലാം നല്ലൊരു പ്രൊഡക്റ്റാണ്, പക്ഷെ മാർക്കറ്റിംഗ് വളരെ മോശം. നല്ല പ്രൊഡക്റ്റ്, മാർക്കറ്റിംഗ് മോശം. നന്നായി ഇസ്ലാമിനെ മാർക്കറ്റ് ചെയ്താൽ നരകത്തിലേക്ക് പോകുന്ന ലോകസമൂഹം സ്വർഗത്തിലേക്ക് വരും. പക്ഷേ മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കണം, ഹിവാർ നമ്മൾ പഠിക്കണം, സംവാദം നമ്മൾ പഠിക്കണം. ആദ്യം നമ്മൾ കേൾക്കണം. ഫേസ്ബുക്കിലും പിന്നെ ട്വിറ്ററിലും എക്സിലും ഒക്കെ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും വരുമ്പോഴേക്ക് ചാടി പുറപ്പെട്ട് കൊത്തി മറുപടി പറയരുത്. കുറച്ച് വായിച്ച് കേട്ട് സാവധാനം ഒരു PM-ൽ പ്രൈവറ്റ് മെസ്സേജിലൊക്കെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സംവാദത്തിലേക്ക് നമ്മൾ പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച സംവാദ രീതിയിലൂടെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് അവരെ നരകത്തിൻ്റെ വഴിയിൽ നിന്നും സ്വർഗത്തിൻ്റെ വഴിയിൽ എത്തിച്ച് അവരെയും നമ്മയും സ്വർഗത്തിൽ എത്തിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിയായ ഖുർആനിക സംവാദ രീതിശാസ്ത്രം ഉമ്മത്തിനെ പഠിപ്പിക്കുവാൻ സമുദായത്തിലെ ഉലമാക്കൾക്കും ഉമറാക്കൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെതിരെയുള്ള തെറ്റിദ്ധാരണകൾ മുഴുവൻ നീക്കുവാൻ ഇസ്ലാമിക സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരുമാറാവട്ടെ. ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ ഗൂഢാലോചനകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. ഗസയിലെ ദുരിതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുമാറാവട്ടെ. സുഡാനിലെ വിഷമങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരം ഉണ്ടാക്കി തീർക്കുമാറാവട്ടെ. ഉമ്മത്ത് മുസ്ലിമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. ഈ രാജ്യത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ചൊരിയുമാറാവട്ടെ. ഈ രാജ്യത്തെ ഭരണാധികാരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ومنزل البركات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم إنك تعلم ذنوبنا فاغفرها يا غافر المذنبين. اللهم إنك تعلم أمراضنا فاشفها يا شافي الأمراض. اللهم إنك تعلم حاجاتنا فاقضها يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ذنوبنا ولوالدينا ولوالد والدينا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا حولنا شقيا ولا مطرودا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.